ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ടല്ലോ ഞാൻ നല്ലൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൺഡേ ആണ്, എല്ലാവരും ഫ്രീ ആയിരിക്കില്ലേ? എല്ലാവരും ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ സ്കിൻ കെയർ ഒക്കെ നോക്കുന്നത്. കാലും കൈയും പെഡിക്യൂറും മാനിക്യൂറും ഫേസും ഒക്കെ നമ്മൾ നോക്കുന്നല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ടി നല്ല സൂപ്പർ ഫേസ് പാക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പാക്കുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ സ്ക്രബായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഡേ 1 ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മുടെ റൈസ് ഫ്ലോർ പോലെ തന്നെയാണ്. ഇതുകൊണ്ട് എൻ്റെ ഫേസ് കണ്ടോ, ഞാനിപ്പം നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മന്തായിട്ട് ഞാൻ ഫേസിനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. എന്നെനിക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ അവലും കൊണ്ട് നല്ല സൂപ്പറായിട്ടൊരു ഫേസ് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അവലെങ്ങനെ കളറുണ്ട് അതുപോലെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോനെസ് ആയിരിക്കും കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനൊരു പേപ്പർ അവല എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, പേപ്പർ അവല, നമ്മുടെ ചെറിയ പേപ്പർ അവലില്ലേ, സ്മൂത്തായിട്ട് അവല എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കട്ടിയുള്ള മോരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല. മോരിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഇത് കണ്ടോ, അവലെടുത്തിട്ടുണ്ട്. അവലിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയട്ടെ. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ സോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ്സ് മുമ്പ് നല്ലപോലെ സ്മൂത്ത് ആകും. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 5-10 മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ലപോലെ നമുക്കത് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടില്ല. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കേട് ഒഴിക്കണം. നിങ്ങൾക്ക് ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്ര ഒഴിക്കാം. ബാലൻസ് കളയണ്ട കേട്ടോ. ബാലൻസ് നമുക്ക് കൈയും കാലിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതൊരു സൈഡ് എഫക്റ്റ് ഉള്ള ഒന്നുമല്ല കേട്ടോ. നല്ല കുഴമ്പ് രൂപത്തിൽ പെട്ടെന്ന് മിക്സ് ആവും. മറ്റേ അവൽ എനിക്ക് തന്ന അവൽ യൂസ് ചെയ്യാം, ബട്ട് കുറേ സമയം സോക്ക് ആവാൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇടുന്നതെന്ന് ഫേസ് ഇടുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മളിത് ഫേസ് ഇടുമ്പോൾ സ്ട്രെച്ച് ഒന്നും ആകത്തില്ല കേട്ടോ. അപ്പം നല്ലപോലെ നമ്മൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇത് നാച്ചുറൽ എക്സ്പോളിയൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫേസൊക്കെ നല്ലപോലെ സ്മൂത്ത് ആകാനും നാച്ചുറലായിട്ട് നല്ലൊരു സ്ട്രക്ചർ തരും. നല്ലൊരു നമ്മുടെ ബോഡി ഫേസ് നല്ലൊരു സ്കിന്നൊക്കെ നല്ലൊരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ചുളിവൊന്നും ഇല്ലാതെ നല്ലൊരു ഇതായിട്ട് നമുക്ക് തരും കേട്ടോ. പിന്നെ അതിന് എന്തൊക്കെയോ ഗുണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവലിൻ്റെ കളർ എന്താണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഗുണങ്ങളും ഉള്ളത് കേട്ടോ. അതുകൂടാതെ ഇനിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽപ്പിംഗ് ടു റിമൂവ് ഡെഡ് സ്കിൻ. ഓക്കെ, നല്ലപോലെ നമ്മുടെ ഡെഡ് സ്കിന്നിലെ നമ്മൾ പൊളിഞ്ഞു ഇരിക്കുന്ന സ്കിന്നുകളും ഒക്കെ പൊളിഞ്ഞു വരാനും ഒക്കെ നല്ല സൂപ്പർ സ്ക്രബാണ് നമ്മുടെ അവലും കൊണ്ടുള്ളത്. പിന്നെ നല്ല സ്കിൻ, നല്ല സെല്ല് നല്ലപോലെ നമ്മുടെ സ്കിൻ സെല്ലൊക്കെ നല്ലപോലെ ഓപ്പൺ ആയിട്ട് നല്ല സ്മൂത്തിയാണ്, നല്ല ഷൈനി ആയിട്ടിരിക്കുന്നത് നമ്മുടെ സ്കിന്ന്. ഓക്കെ, ഇത് നമ്മൾ നല്ലപോലെ എല്ലാ സ്ഥലത്തും നല്ലപോലെ നമ്മൾ പിടിപ്പിക്കണം കേട്ടോ. പിടിപ്പിച്ചിട്ട് 5 മിനിറ്റ് നമ്മളങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് വെക്കണം എല്ലാ സ്ഥലത്തും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ നെക്കിലിടുന്നവർക്ക് നെക്കിലിടാം. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് വോയിസ് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വോയിസ് ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത്. ഇതൊരു നല്ലൊരു സ്ക്രബാണ്. സ്ക്രബ് എന്ന് അതിനകത്ത് വൈറ്റമിൻ ബി ഉണ്ട് കേട്ടോ. വൈറ്റമിൻ ബി ഉണ്ട്. നല്ലൊരു ഹെൽത്തി സ്കിന്ന് തരാൻ നല്ലപോലെ ഉപയോഗിക്കും. പിന്നെ നല്ല ഹെൽത്തി ഗ്ലോ തരും നമ്മുടെ അവലും കൊണ്ട്. നമ്മൾ റൈസ് ഫ്ലോർ എടുക്കുന്ന പോലെ തന്നെ അതിൽ നല്ല ഗുണങ്ങളാണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഫേസ് നല്ലപോലെ ചിലരുടെ ഫേസ് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഹാർഡാവില്ലേ, നല്ല സ്മൂത്താണ്. കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും വരുന്നിടത്തൊക്കെ നല്ലപോലെ ഒരു 5 മിനിറ്റ് നമ്മൾ 15 മിനിറ്റ് സ്മൂത്തായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുമ്പം ഇതായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പം ഏകദേശം നല്ലപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനുണ്ടല്ലോ 10 മിനിറ്റ് വാഷ് ചെയ്തുണ്ടോ നല്ലപോലെ ഇതുണ്ട്, നല്ല ഡ്രൈ ആയിട്ടില്ല. ഇത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ സ്ട്രെച്ച് ആവത്തില്ല കേട്ടോ. നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ സ്കിന്ന് വലിയുന്ന പോലെ ഒന്നും നമുക്ക് തോന്നില്ല. അപ്പം നമ്മളുണ്ടല്ലോ കുറച്ച് നമ്മുടെ കൈ എപ്പോഴും വെറ്റായിരിക്കണം. വെറ്റ് മീൻസ് കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ നല്ലപോലെ വെറ്റിയിട്ട് വേണം. മുഖത്ത് നല്ലപോലെ പയ്യെ സ്ലോ ആയിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ അവലിനെ പുറത്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് വലിയും. അപ്പം നല്ലപോലെ പയ്യെ സ്ക്രബ് ചെയ്ത് നമ്മുടെ അവലിനെ പോകേനെ നമ്മളിങ്ങ് പുറത്തെടുക്കുക. അതൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആകും. സത്യം പറയാലോ, എൻ്റെ സ്കിൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നോക്കുന്നില്ല. എൻ്റെ അണ്ടർ മീൻസ് ഐയുടെ താഴെയൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ ബ്ലാക്ക് ഉണ്ട്. കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുണ്ടോ, എൻ്റെ മുഖം കണ്ടില്ലേ? ഇനിയിപ്പം നല്ലപോലെ ഞാൻ തൂത്ത് കാണിക്കാം കേട്ടോ. ഞാൻ വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇത് കണ്ടോ, നല്ലപോലെ എല്ലാ സ്ഥലത്തും നല്ലപോലെ തൂത്തെടുക്കുന്നുണ്ട്. ചെറിയൊരു സ്മൂത്ത് ടവലും കൊണ്ട് പയ്യെ നമ്മൾ മീൻസ് ഒപ്പി എടുക്കാവുള്ളൂ. നമ്മളെപ്പോഴും ഫേസ് തുടയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തുടയ്ക്കണം.
ഇത് കണ്ടോ, എൻ്റെ ഫേസ് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലോ ആയിട്ടുണ്ടല്ലേ. ഇതിൻ്റെ കവളിൻ്റെ അവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ബ്ലാക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പോയി കണ്ടോ. സൂപ്പറാണ് കേട്ടോ. ഈ അവലും കൊണ്ട് ഇത്രയ്ക്കും ഗുണമുണ്ടെന്ന് ഞാൻ ഇപ്പോഴായിരുന്നു. കാരണം നമ്മൾ റൈസ് ഫ്ലോറൊക്കെ യൂസ് ചെയ്താലും, റൈസ് ഫ്ലോറൊക്കെ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. ബട്ട് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്, കാരണം ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ആ മിൽക്കിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ നല്ല മുഖത്തൊക്കെ ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് സ്കിന്നൊന്നും നല്ലപോലെ വലിയത്തൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ അമ്പലത്തിലേക്ക് പോകുമ്പോഴേ ഇങ്ങനത്തെ അവലും പഴവും ഒക്കെ പഞ്ചസാര ഇട്ട് നമ്മൾ നേർച്ച കൊടുക്കാറുണ്ട്. അപ്പം അതും കൂടെ ഇപ്പോൾ പഴം കൂടെ ഇടുവാണെങ്കിൽ ഇനി പറയാൻ വേണ്ട, ഒരു ദിവസം അതും കൂടെ ചെയ്ത് നോക്കണം, നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതുപോലെ നല്ല എൻ്റെ സ്കിൻ കൊണ്ട് നല്ല സ്മൂത്തായ പോലെ ആകും. കാരണം ഞാൻ എൻ്റെ മുഖം കാണുമ്പോൾ കണ്ണട നോക്കും, ഇതെന്തോ എൻ്റെ കർത്താവേ, കറുത്ത ഈ കാട്ടിക്കയറി പോലെ അവസ്ഥയാണ് എൻ്റെ മുഖം കണ്ടിട്ട്. കാരണം ഞാൻ 1 മന്തായിട്ട് ഞാൻ മുഖം ശ്രദ്ധിക്കുന്നില്ലല്ലോ. കാരണം ഡ്യൂട്ടി സമയമില്ല, പിന്നെ ഭയങ്കര മടിയൊക്കെ പിടിച്ചു. പിന്നെ എൻ്റെ കണ്ട താഴെ കുറച്ച് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ നൈറ്റ് ചെയ്യുന്നല്ലേ, അതുകൊണ്ട് കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി ഇതുപോലെയൊക്കെ റെമഡികൾ ചെയ്തിട്ട് വേണം അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നല്ലപോലെ ഉറങ്ങണം. ഉറക്കം ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം. പിന്നെ എൻ്റെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, ഈ സൈഡ് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ബൈ, ടേക്ക് കെയർ.